അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എല്ലാവരും സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ മാക്സിമം ദിവസവും മാക്സിമം സമയവും എനർജി ഹൈ ലെവലിൽ കീപ്പ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നമ്മുടെ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ എനർജി പരമാവധി കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. എങ്ങനെയാണെങ്കിലും ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് സാധാരണ നിലയിൽ എനർജിയുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ആർക്കും അതുണ്ടാവും. എങ്കിലും അതിനെ പരമാവധി താഴേക്ക് പോകുന്നതിനെ പിടിച്ചു നിർത്താനും, ഇനി താഴേക്ക് പോയാൽ തന്നെ പരമാവധി വേഗത്തിൽ തന്നെ നമ്മുടെ പരമാവധി എനർജിയിലേക്ക് തിരിച്ചു വരാനും എന്തൊക്കെ നമുക്ക് ചെയ്യാം? സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തെ മാക്സിമം പവർഫുള്ളാക്കി മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എനർജി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ സംഭവിക്കുന്നത്, നമ്മൾ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനർജി ഡൗൺ ആയിട്ട് ചിലർക്കത് 200-ന് താഴേക്ക് വരും, ചിലപ്പോൾ അത് 100-നും താഴേക്ക് വരുന്ന അവസ്ഥയുണ്ടാകാം. എന്താണ് എനർജി ഇങ്ങനെ ലോ ലെവലിലേക്ക് പോകാനുള്ള കാരണം? വ്യത്യസ്തമായ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ പ്രധാനമായിട്ട് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്ക് വ്യത്യസ്ത മേഖലകളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ നമ്മൾ നോക്കണം, അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻ്റലക്ച്വൽ പാർട്ടിനെ നമ്മൾ നോക്കണം, ഇമോഷണൽ പാർട്ടിനെ നോക്കണം, സ്പിരിച്വൽ പാർട്ടിനെ നോക്കണം. ഇത് നാലിനെയും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ എനർജി ഹൈ ലെവലിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ വളരെ ബിസി ആയിട്ട് വർക്ക് ചെയ്യുന്നു, ആ സമയത്ത് നിങ്ങൾ ഫുഡ് കഴിക്കേണ്ടതിന് ഡിലേ ആകുന്നു. അതല്ലെങ്കിൽ ഓവർ ബിസി ആയതുകൊണ്ട് മോർണിംഗിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്ന ചില ആക്ടിവിറ്റീസ്, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രേയേഴ്സ് ഒഴിവാക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഫിസിക്കൽ പാർട്ടിനെയും ഇമോഷണൽ പാർട്ടിനെയും നാലിനെയും ഒരുപോലെ മെയിൻറ്റെയിൻ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഭാഗത്തെ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി, നമ്മുടെ മനസ്സ്, നമ്മുടെ ഇമോഷൻ, നമ്മുടെ സോൾ എല്ലാം ഒരേ ഫ്ലോയിൽ, ഒരേ സ്വിങ്ങിൽ പോവാതെ ഇൻബാലൻസ് ആയിട്ട് പോകുന്നത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഡെയിലി ലൈഫിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അന്നത്തെ ദിവസത്തെ മാക്സിമം എനർജി നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ബേസിക് വർക്കുകൾ നമ്മുടെ ദിവസത്തിൻ്റെ ആദ്യത്തെ 1-2 മണിക്കൂറിൽ നമ്മൾ അതിന് മാറ്റിവെക്കണം. ഉദാഹരണത്തിന്, നമ്മളൊരു ദിവസം 4 o'clock-നാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ വെരി ബിസി ആവാൻ പോവുക ഒരു പക്ഷേ 6 o'clock-നോ 7 o'clock-നോ ആയിരിക്കും. അതിന് മുന്നേ തന്നെ അന്നത്തെ മാക്സിമം എനർജി നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള മെഡിറ്റേഷൻ, അതുപോലെ തന്നെ എക്സസൈസുകൾ, അതുപോലെ പ്രേയേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള എനർജി ബൂസ്റ്റപ്പിന് വേണ്ടി, എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് മാക്സിമം എനർജിയിൽ നിലനിൽക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആവശ്യത്തിനുള്ള റെസ്റ്റാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ ഓവർ ബിസി ആയിട്ട്, ഓവർ ആക്ടിവിറ്റീസിലേക്ക് പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ കഴിയാതിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിറ്റേത്തെ ദിവസം എനർജി ലോസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ബാലൻസ് ആയിട്ട് റെസ്റ്റിന് ആവശ്യമായ ടൈം കൊടുക്കണം, അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഇതോടൊപ്പം തന്നെ നമ്മുടെ മാനസിക വ്യവഹാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബുദ്ധി, ഇതിനാവശ്യമായ ഫുഡ് നമ്മൾ കൊടുക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കുക, നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള ചിന്തകൾ വരുന്ന, ബൂസ്റ്റിങ് വരുന്ന, ആലോചനകൾ വരുന്ന പുസ്തകങ്ങൾ വായിക്കുക. അതുപോലെ തന്നെ അതുപോലെയുള്ള മോട്ടിവേഷൻ സെഷനുകൾ അത് ഒരു 10 മിനിറ്റെങ്കിലും കേൾക്കുക. സ്വാഭാവികമായിട്ടും നമ്മുടെ ബുദ്ധിപരമായ മേഖലയ്ക്ക് ആക്ടിവേഷൻ ഉണ്ടാവും. ഇങ്ങനെ
നമ്മുടെ ഭൗതികമായ മേഖലയ്ക്കും വൈകാരികമായ മേഖലയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ മേഖലയ്ക്കും നമ്മുടെ ശാരീരിക മേഖലയ്ക്കും ഈ 4 ഏരിയകളെയും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരുപോലെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ മാക്സിമം എനർജറ്റിക് ആയിട്ട് ഓരോ ദിവസത്തെയും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സ്വാഭാവികമായി ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് എന്ത് തന്നെയായാലും ഒരുപാട് ആക്ടിവിറ്റി രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എനർജി കുറഞ്ഞു കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ 4 ഭാഗത്തെയും ഒരുപോലെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവുക എന്നതാണ്. നമ്മളെല്ലാവരും 5 നേരം നിസ്കരിക്കുന്നവരാണ്. അത് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ അതിന് ഒരു സമയം വെച്ച് സാവകാശത്തോടു കൂടി അതിനെ ആസ്വദിച്ചുകൊണ്ട് മൈൻഡ്ഫുൾനെസ്സോടുകൂടി നിസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ എനർജി ഹൈ ആവുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾ വേണമെങ്കിൽ അത് കൃത്യമായിട്ട് നിസ്കാരത്തെ അതേ ലക്ഷ്യത്തോടു കൂടി സമയമെടുത്ത് പലപ്പോഴും തിരക്കുള്ള സമയത്ത് നിസ്കാരം ഒരു 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 ചടങ്ങ് പോലെ നിർവഹിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. അതിന് പകരം അത് വളരെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ എനർജി തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പരിശോധിച്ച് അതൊന്ന് പരീക്ഷിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എങ്ങനെ നമുക്ക് എനർജി എപ്പോഴും പരമാവധി ഉയരത്തിൽ നിലനിർത്താം? അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന്, നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടത്, മാനസിക ആരോഗ്യത്തിന് വേണ്ടത്, വൈകാരികമായ ആരോഗ്യത്തിന് വേണ്ടത്, ആത്മീയമായ ആരോഗ്യത്തിന് വേണ്ടത്. ഈ 4 കാര്യങ്ങളും നിങ്ങളുടെ ഡെയിലി ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി എന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തത്, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ എല്ലാ ഭാഗങ്ങളും ഓവറായിട്ട് വർക്ക് ചെയ്ത് ഓവറായിട്ട് പണിയെടുത്ത് അതിൻ്റെ എനർജി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരാതെ എപ്പോഴൊക്കെയാണോ റെസ്റ്റ് വേണ്ടത്, എപ്പോഴൊക്കെയാണോ നമ്മൾ ആക്ടിവിറ്റി മാറ്റിപ്പിടിക്കേണ്ടത്, ആ രീതിയിൽ വൈവിധ്യമുള്ള ആക്ടിവിറ്റികളിലൂടെ, വൈവിധ്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ 4 മേഖലക്കും അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്ന വിധത്തിൽ വൈവിധ്യമായ ആക്ടിവിറ്റികളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഉദാഹരണത്തിന് 10 മണിക്ക് നിങ്ങളൊരു വർക്കിൽ കയറി, ഒരു ഡ്യൂട്ടിയിൽ കയറി, വൈകുന്നേരം 4 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുന്നതിന് പകരം അതിനിടയിൽ ഗ്യാപ്പ് എടുത്ത് ഈ ഗ്യാപ്പിനിടയിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. നമ്മൾ നേരത്തെ വളരെ നല്ല രീതിയിൽ ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്തവരാണ് എല്ലാവരും. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ പ്രാർത്ഥനകളിലേക്കും നിസ്കാരങ്ങളിലേക്കും നിങ്ങൾക്ക് പോകാം. അങ്ങനെ ഗ്യാപ്പ് എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റികളെ പുനർനിർണ്ണയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും പരമാവധി എനർജറ്റിക് ആയിട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഓരോ ദിവസവും എനർജി കൂടിക്കൂടി വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനും സാധിക്കും. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡെയിലി ഷെഡ്യൂൾ എടുക്കുക. ഇതിൽ നിങ്ങളുടെ 4 മേഖലകൾക്കുമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ? നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിനോട് ഇതിനെ കമ്പയർ ചെയ്യാം. വെറും കാർബോഹൈഡ്രേറ്റ് മാത്രം നമ്മൾ അടിച്ചു കയറ്റുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ നിങ്ങളുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആക്ടിവിറ്റികളിൽ നിങ്ങളുടെ 4 ഭാഗത്തെയും പ്രചോദിപ്പിക്കുന്ന, 4 ഭാഗത്തിനും ആക്ടിവേഷൻ കിട്ടുന്ന വർക്കുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ പുനഃപരിശോധിക്കുക. എവിടെയാണോ കുറവുള്ളത് ആ കുറവുള്ളത് നികത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിന്, ഒരാൾ രാവിലെ തന്നെ പള്ളിയിൽ പോയി നിസ്കരിച്ച് പ്രാർത്ഥിച്ച് സ്പിരിച്വൽ ആക്ടിവേഷൻ വരുത്തി തിരിച്ചു വരികയാണ്. പക്ഷേ അദ്ദേഹം വീട്ടിലെത്തിയിട്ട് അവിടെയുള്ള കുഞ്ഞുങ്ങളോടും മറ്റുള്ളവരോടും വളരെ മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇമോഷണൽ പാർട്ട്, വൈകാരികമായ പാർട്ടിൻ്റെ ആക്ടിവേഷന് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഭാഗം കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. ഇതുപോലെ 4 ഭാഗത്തിനും ആക്ടിവേഷൻ കിട്ടുന്ന, 4 ഭാഗവും ഏറ്റവും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുന്ന വിധത്തിൽ നമ്മുടെ ഡെയിലി ഷെഡ്യൂളുകളെ ക്രമീകരിക്കണം. നിങ്ങളത് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ 4 പാർട്ടിനും വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഓരോ ദിവസത്തെയും ഷെഡ്യൂളിൽ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഏറ്റവും ഹൈ എനർജറ്റിക് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള മനോഹരമായൊരു കാര്യം
നിങ്ങൾ എത്രമാത്രം മൈൻഡ്ഫുൾനെസ്സോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ്. മൈൻഡ്ഫുൾനെസ് മാക്സിമം നമുക്ക് കിട്ടുമ്പോൾ അതിനർത്ഥം നമ്മൾ മാക്സിമം എനർജിയിലാണ്. മൈൻഡ്ഫുൾനെസ് നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം നമുക്ക് നമ്മുടെ എനർജി ലോ ആയിട്ടുണ്ടെന്നാണ്. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ വിശദമായിട്ട് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.